ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2017 പുറത്തിറങ്ങിയ ആഫ്റ്റർ ദ എൻഡ് എന്ന് പറഞ്ഞ് ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ്. ഭൂമിയിലെ ഒരു വലിയ അപകടം സംഭവിക്കുകയാണ്. അതിനുശേഷം മനുഷ്യരെല്ലാം നശിച്ച് അവസാനം ഒതുങ്ങുന്നത് പലയിടങ്ങളിലായിട്ട് ഒന്നോ രണ്ടോ മനുഷ്യർ മാത്രം. ആ ഒരു രീതിയിൽ നമ്മളും ഈ ഒരു ഭൂമിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടു കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതുമല്ലാതെ നമ്മൾ ഈ ഒരു ഭൂമിയിൽ ഒറ്റയ്ക്ക് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് കൃഷിയെല്ലാം ചെയ്ത് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് സർവൈവായി അങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥ അതെങ്ങനെ ഉണ്ടാവും? അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ആഡിസനെയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ കയ്യിൽ ഗ്ലൗസ് എല്ലാം ഇട്ട് മുഖത്തൊരു മാസ്ക് എല്ലാം വെച്ച് ഒരു പഴയ ഇരുട്ട് കൂടിയ ഒരു വീടിനകത്തേക്ക് കയറി ചെന്നിട്ട് അവൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, തിന്നാൻ എന്തെങ്കിലും കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം അവിടെയെല്ലാം അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ഒന്ന് രണ്ട് ബാറ്ററികൾ, ലൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് അത് കഴിഞ്ഞിട്ട് റൂമിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരു സ്ത്രീ ഒരുപാട് നാളായിട്ട് മരിച്ച് ദേഹമെല്ലാം പുഴു അരിച്ച് ഇങ്ങനെ കിടക്കാണ്. ഇതും കൂടി കണ്ട് അവൻ പെട്ടെന്ന് ആ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കാണിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരൊറ്റ മനുഷ്യനെ പോലും കാണാനില്ല. മൃഗങ്ങളല്ലാതെ ഈ ഒരു ലോകത്ത് ഭൂമിയിൽ തന്നെ മനുഷ്യരാശിയില്ല. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ ഒരു കൊറോണ, കോളറ ഇതുപോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ കാരണം ഒരുപാട് പേര് മരിക്കുന്നില്ലേ, അതുപോലെ ഭൂമിയിലെ വലിയൊരു വൈറസ് ബാധിച്ച് മനുഷ്യർ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ മരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അവശേഷിക്കുന്നവരെ ഭൂമിയുടെ പലയിടങ്ങളിലായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയും ചെയ്യുന്നു. അതുപോലെയാണ് നമ്മുടെ ഹീറോയും. അവന് പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് കാരണം അവൻ ആ ഒരു വൈറസ് ബാധിക്കാതെ ഈ ഒരു ഭൂമിയിൽ ഒറ്റയ്ക്കായിപ്പോയി. അങ്ങനെ അവൻ്റെ സൈക്കിളിൽ അവിടെ നിന്ന് ശേഖരിച്ച ആ ഒരു സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അവൻ താമസിക്കുന്ന ആ ഒരു വീടിനടുത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ്. അതുമല്ല, വീടിന് പുറകിലായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അതിനകത്താണ് അവൻ രാത്രിയിൽ കഴിയുന്നത്. കാരണം ഈ മൃഗങ്ങളും മറ്റും അവനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അതാണ് കുറച്ചുകൂടി സേഫ്. അതുമല്ല, അവൻ താമസിക്കുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, അതിന് ചുറ്റുമായിട്ട് ഏതൊക്കെ വീടുകളും കടകളൊക്കെ ഉണ്ടോ അവിടെയെല്ലാം പോയിട്ടാണ് അവൻ ആവശ്യമായിട്ടുള്ള ആഹാരം, മറ്റു കാര്യങ്ങളെല്ലാം അവൻ കണ്ടുപിടിക്കുന്നത്. അതുമല്ലാതെ അവൻ അവൻ്റെ വീടിന് പുറകിലായിട്ട് ചെറിയ രീതിയിൽ കൃഷിയും ചെയ്യുന്നുണ്ട്. തക്കാളി, ക്യാരറ്റ്, ഇങ്ങനെ പച്ചക്കറികളെല്ലാം അവൻ കൃഷിയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഏതൊരു സമയത്തും അവൻ വെളിയിലേക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള ഒരു തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് അവൻ്റെ ഹീറ്റ് എത്രയുണ്ടെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. അവൻ എവിടെ പോയിട്ട് വന്നാലും ഇതേപോലെ ചെക്ക് ചെയ്യും. അതുമല്ല, അവനായിട്ട് തന്നെ ഒരു കലണ്ടർ നിർമ്മിച്ചിട്ട് അതിൽ ഇപ്പോൾ എത്ര നാളായി, ഏത് മാസമാണെന്നെല്ലാം നോക്കുമ്പോൾ സെപ്റ്റംബർ മാസമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അവൻ കൊണ്ടുവന്ന ആഹാരമെല്ലാം രാത്രിയിൽ തീയെല്ലാം കൂട്ടിയിട്ടിട്ട് അവിടെ ഇതിങ്ങനെ കഴിക്കുകയാണ്. അതുമല്ല, വെള്ളത്തിനാണെങ്കിലോ അവൻ്റെ വീട്ടിൽ തന്നെ ഈ ഒരു കുഴൽ കിണറുണ്ട്. അതിൽ നിന്നുള്ള വെള്ളമാണ് അവനിപ്പോൾ കുടിക്കുന്നത്. അതിലാണെങ്കിൽ വലിയ രീതിയിൽ വൈറസോ കാര്യങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ രാത്രിയിലും ആകാശത്തെ ചന്ദ്രനെ നോക്കി അവനിങ്ങനെ കിടക്കുന്ന സമയത്താണ് ഈ കാട്ടു ചെന്നായ്ക്കളൊക്കെ ഉണ്ടല്ലോ, അത് കരയുന്ന ശബ്ദം കേൾക്കുന്നതും ഇവൻ പേടിച്ചിട്ട് ആ ഒരു അണ്ടർഗ്രൗണ്ടിനകത്തേക്ക് പോയിട്ട് ഡോറങ്ങ് അടയ്ക്കുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവൻ അവൻ്റെ ബൈനോക്കുലറും വെച്ചിട്ട് സാധാരണ ഈ ഫുഡെല്ലാം അന്വേഷിക്കാണ്ട് ഓരോ വീടുകളിലേക്ക് പോകുമല്ലോ, അതുമല്ല ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുന്നേ ഈ ഒരു ബൈനോക്കുലർ വെച്ച് അവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം നല്ലതുപോലെ നിരീക്ഷിച്ചിട്ടാണ് അവൻ അകത്തേക്ക് തന്നെ പോകുന്നത്. അങ്ങനെ ഇത്തവണയും അവൻ ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ടെലിഫോൺ മാത്രം വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാലമായിട്ടും ഒരു പവർ സോഴ്സ് ഭൂമിയിൽ എവിടെയില്ലായിരുന്നു, പക്ഷെ ഇത് മാത്രം എങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കിയിട്ട് അവൻ അതിൻ്റെ വയർ പിടിച്ച് അങ്ങനെ പോയിട്ട് ഈ ഒരു വീടിൻ്റെ മേൽക്കൂരയിലേക്കാണ് ചെല്ലുന്നത്. ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സോളാർ പാനലുണ്ട്. അങ്ങനെ അത് കാണുന്നതും അവന് നല്ല സന്തോഷമായിട്ട് അത് ഊരി അവൻ്റെ ആ ഒരു സൈക്കിളിൽ വെച്ച് അതും കൊണ്ട് നേരെ അവൻ താമസിക്കുന്ന ആ ഒരു വീടിനടുത്തേക്ക് വന്നിട്ട് അവിടെ ആ ഒരു സോളാർ പാനൽ വെച്ച് അതുവഴി അവൻ്റെ ഒരു മൊബൈലുണ്ട്, അത് ചാർജ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അവസാനം മൊബൈൽ ചാർജ് ആവുന്നതും അവൻ അത്രയും സന്തോഷം. കാരണം ഇത്രയും കാലത്തിനിടയിൽ ഇപ്പോഴാണ് അവൻ അവൻ്റെ ഫോൺ ഒന്നുകൂടി ഒന്ന് നോക്കുന്നത് തന്നെ. ആ ഒരു സന്തോഷത്തിൽ അവൻ പെട്ടെന്ന് അതിനകത്തുള്ളൊരു മ്യൂസിക് ഉണ്ട്, അത് പ്ലേ ചെയ്ത് നല്ലതുപോലെ ഡാൻസ് എല്ലാം കളിക്കുന്നു. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ അതിനുള്ളിൽ അവൻ റെക്കോർഡ് ചെയ്ത വീഡിയോസ് എല്ലാം എടുത്തിങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ അവൻ്റെ അമ്മയായിട്ട് നിൽക്കുന്ന ആ ഒരു വീഡിയോസ് എല്ലാം അവൻ കണ്ടിട്ട് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്രിസ്മസ് ദിനത്തിൽ അവൻ്റെ അമ്മ അവനൊരു ബുക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നു. ആ ഒരു ബുക്കാണെങ്കിൽ അവൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ അത് പല ആവശ്യങ്ങൾക്കായിട്ട് അവന് യൂസ് ആവുന്നുണ്ട്. കാരണം അതിൽ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ എങ്ങനെ സർവൈവ് ചെയ്യണം, മെഡിസിൻസ് എല്ലാം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിട്ടും ആ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം ഫോണിൻ്റെ ചാർജ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ അവൻ വീണ്ടും ഫോൺ ചാർജ് ചെയ്ത് വെച്ച് അവൻ ഈ ഒരു തക്കാളിയും മറ്റു കാര്യങ്ങളെല്ലാം വളർത്തുന്നുണ്ടല്ലോ, അതിന് വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് വെള്ളവും പിടിച്ച് അവിടേക്ക് വരുമ്പോൾ അതെല്ലാം ഈ ഒരു കാട്ടിലെ മൃഗങ്ങളും മാനും ആടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് അതെല്ലാം ഇല്ലാണ്ടാക്കി നശിപ്പിച്ചിട്ട് പോയേക്കാണ്. ഇത് കാണുന്നതും അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് ആ ഒരു തക്കാളിയിലും മറ്റുള്ള ആ ഒരു അരിയെ കണ്ടല്ലോ, വിത്ത്
ഇതെല്ലാം എടുത്ത് ശേഖരിച്ച് വെച്ചിട്ട് ഒരുപാട് നാളായിട്ട് ഇതെല്ലാം കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, നല്ല ദേഷ്യം കൂടി കാരണം അടുത്തുള്ളൊരു കമ്പി എടുത്ത് താഴേക്ക് അടിക്കുന്നതും അത് തെറ്റി നേരെ അവന്റെ കാലിലേക്ക് വന്ന് കൊണ്ട് കാല് നല്ലതുപോലെ മുറിയുകയും ചെയ്യുന്നു. രക്തമാണെങ്കിൽ ഒരുപാട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ കാല് നല്ലതുപോലെ കഴുകിയിട്ട് അവിടെ കെട്ടിവെച്ച് രാത്രി ഇരിക്കുമ്പോഴത്തേക്കും കാല് നല്ലതുപോലെ വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ അവന് കിട്ടിയ ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, അതിൽ എങ്ങനെയാണ് മരുന്ന് തയ്യാറാക്കുന്നതെന്നെല്ലാം നോക്കി. അങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഹീറോയുടെ കയ്യിലുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു മരുന്ന് അവൻ റെഡിയാക്കാണ്. അത് വെച്ചിട്ട് അന്ന് രാത്രി അവന്റെ മുറിഞ്ഞ ആ ഒരു കാലുണ്ടല്ലോ അവിടേക്കെല്ലാം ഒഴിച്ചതിന് ശേഷമാണ് വേദന കുറച്ച് കുറഞ്ഞിട്ട് അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാനെങ്കിലും കഴിയുന്നത്. അതുമല്ലാതെ അവൻ അവന്റെ ഫോൺ എടുത്തിട്ട് അതിൽ അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കുന്നു. അതേപോലെ തന്നെ നോക്കുമ്പോൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അങ്കിളുണ്ട്. ആ ഒരു അങ്കിളിന്റെ ഫോട്ടോ കാണുന്നതും ഈ ഒരു അങ്കിളിനെ പോലെ ആവണമെന്നാണ് അവനും ആഗ്രഹം. കാരണം അവന്റെ അങ്കിള് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. കൂടാതെ അവന്റെ അങ്കിള് ഒരു മറൈൻ ആർമി സോൾജിയറാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അങ്കിളാണ് അവനൊരു ഇൻസ്പിറേഷൻ. അങ്ങനെ അവന്റെ അങ്കിളിന്റെ ഫോട്ടോ കാണുമ്പോഴത്തേക്കാണ് ഞാൻ ഒരിക്കലും തളരാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങി. അടുത്ത ദിവസം അവൻ കയ്യിൽ വെച്ചിരുന്ന ആ ഒരു വിത്തുകളുണ്ടല്ലോ വീണ്ടും ആ ഒരു മണ്ണുള്ളിടത്തേക്ക് കൊണ്ടുവന്നിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി അവിടെ വെക്കുകയാണ്. അതുപോലെ ഇത്തവണ അത് മൃഗങ്ങളൊന്നും വന്ന് ഇല്ലാണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് ഇട്ടിട്ട് പോകുന്നു. ആ ഒരു പൈപ്പിനടുത്തേക്ക് ചെന്നിട്ട് വെള്ളം എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് വെള്ളം ഇപ്പോൾ വരുന്നില്ല. എന്ത് സംഭവിച്ചെന്ന് അവൻ അറിയാൻ കഴിയുന്നില്ല. ഒരുപാട് തവണ നോക്കുന്നുണ്ടെങ്കിലും വെള്ളം ഒട്ടും വരുന്നില്ല. അങ്ങനെ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുടിക്കാനായിട്ട് അവൻ റൂമിൽ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ടാങ്കിൽ വെള്ളമുണ്ട്. പക്ഷെ അത് വെച്ച് കണക്കെല്ലാം നോക്കി എത്ര ദിവസത്തേക്ക് കിട്ടുമെന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 3 ആഴ്ച അത്ര മാത്രമേ അവന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് മാത്രമേ ഇവന് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും? ഓക്കെ, ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം വെള്ളമില്ലാതെ എന്തായാലും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ ഇവിടുത്തെ ഒരു മാപ്പ് ഉണ്ട്. അതെടുത്തിട്ട് അവൻ്റെ അങ്കിളിൻ്റെ വീട് അതെവിടെയാണെന്ന് അവൻ അറിയാം. അതുകൊണ്ട് ഇവിടെ നിന്നും അവിടേക്ക് പോകാനായിട്ട് എത്ര ദൂരം ഉണ്ടാവുമെന്ന് അവന് നോക്കുമ്പോൾ ഏകദേശം 400 മൈൽ ദൂരമുണ്ട്. ഓക്കെ, അവൻ്റെ അങ്കിളാണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ലേ, അതുകൊണ്ട് ഇപ്പോഴും സർവൈവ് ചെയ്ത് ജീവിക്കുകയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഹീറോ ഇപ്പോൾ അവിടേക്ക് പോകാനായിട്ട് തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ആ ഒരു ദൂരം അവൻ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ എത്താമെന്നും പറഞ്ഞ് അവനിപ്പോൾ തീരുമാനമെടുത്ത് അതിനുശേഷം അവൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് കുറേ നേരം ഇരുന്നിട്ട് അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റുപാട് നോക്കി ഫീൽ ചെയ്യാണ്. കാരണം ഇത്രയും നാൾ അവൻ താമസിച്ചത് അവിടെയല്ലേ. അതിനുശേഷം അവൻ്റെ കയ്യിൽ ആ ഒരു ടാങ്കിലുണ്ടായിരുന്ന വെള്ളമുണ്ടല്ലോ അത് 2 ചെറിയ ക്യാനുകളിലായിട്ട് മാറ്റി അത് സേഫ് ആക്കി വെച്ച് അതേപോലെ തന്നെ അവൻ്റെ കയ്യിലുള്ള ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം അവൻ്റെ ആ ഒരു സൈക്കിളിൻ്റെ പുറകെ വെച്ചിട്ട് അടുത്ത ദിവസം തന്നെ പോകാമെന്ന് പ്ലാൻ ചെയ്ത് അന്നത്തെ രാത്രി അവൻ ആഹാരമെല്ലാം കഴിച്ചിട്ട് അത് കഴിഞ്ഞ അടുത്ത ദിവസം ആകുമ്പോൾ ആ ഒരു സൈക്കിളും എടുത്ത് അവനിപ്പോൾ യാത്രയാവുകയാണ്. അങ്ങനെ ഇവൻ ഒരുപാട് ദൂരം ചവിട്ടി പോകുമ്പോഴത്തേക്കാണ് ഒരു ഗ്യാസ് സ്റ്റേഷൻ ഇങ്ങനെ കാണുന്നത്. അതിനടുത്തായിട്ട് ഒരു വലിയ ഷോപ്പും ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ചുറ്റിനെല്ലാം നോക്കുമ്പോൾ ഡോറെല്ലാം അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അകത്തേക്ക് കയറാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അവൻ ചുറ്റുപാടും നല്ലതുപോലെ നോക്കിയിട്ട് അവിടെയുള്ളൊരു ജനാല തുറന്നു കിടക്കുന്നത് കണ്ട് അതുവഴി അകത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ഈ ടെൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് അവൻ നേരെ വെളിയിലേക്ക് ഇറങ്ങി വരും. നല്ല സന്തോഷമായി, ടെൻറ്റിന് ഈ സാധനമായല്ലോ. അങ്ങനെ അതും കൊണ്ട് വീണ്ടും അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ രാത്രിയാവുന്നതും ഒരിടത്ത് ടെൻ്റെല്ലാം അടിച്ചിട്ട് അവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അടുത്ത ദിവസം രാവിലെ എന്തോ ഒരു ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റ് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവൻ്റെ സൈക്കിളിൽ വെച്ചിരിക്കുന്ന വെള്ളം അതേപോലെ തന്നെ ഫുഡ് ഇതെല്ലാം നശിപ്പിച്ചിങ്ങനെ വെച്ചേക്കുന്നു. അത് വേറെ ഒന്നുമല്ല, ആ ഒരു കാട്ടിലെ മാനും മറ്റു മൃഗങ്ങളുമാണ്. ആകെ ഉണ്ടായിരുന്നത് കുറച്ച് വെള്ളം മാത്രമാണ്. അതും തട്ടിക്കളഞ്ഞ് ആ ഫുഡെല്ലാം കഴിച്ച് തീർക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെ ദേഷ്യമായിപ്പോയി. അതുമല്ല ഹീറോയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു സോളാർ പാനല് ബാറ്ററി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ആ ഒരു മാൻ ചവിട്ടി ഇല്ലാണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ഇതും കൂടി കാണുന്നതും തൻ്റെ കയ്യിൽ ഒരു പിസ്റ്റൾ ഗണ്ണുണ്ട്. അതങ്ങനെ എടുത്ത് ദേഷിച്ച് ഒരു 5 തവണ അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വെറുതെ ബുള്ളറ്റും വേസ്റ്റ് ചെയ്തു, എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് നോക്കി അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് മാത്രം എന്താ ഈ അവസ്ഥയെന്നെല്ലാം പറഞ്ഞ് അവൻ അലറി വിളിച്ച്. ഓക്കെ, ഇനിയും അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് സൈക്കിളും എടുത്ത് പോവാന്നും പറഞ്ഞ് അവൻ ആ ഒരു സൈക്കിളും ചവിട്ടി അവിടെ നിന്ന് വീണ്ടും പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം വിഷമിച്ചിട്ട് അങ്ങനെ പോകുന്ന സമയത്താണ് സന്തോഷിക്കുന്ന ഒരു കാര്യം കാണുന്നത്. വേറെ ഒന്നുമല്ല, ഒരു വലിയ ഡാം. അപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം അവൻ ട്രാവൽ ചെയ്ത് വന്നത്. ഇത്രയും വെള്ളം കാണുമ്പോഴത്തേക്കും അവൻ അത്രയും സന്തോഷം. അതുകൊണ്ട് തന്നെ തൻ്റെ ആ ഒരു സൈക്കിളും എടുത്ത് ആ ഡാമിൻ്റെ പുറകുവശത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്താണ് എന്തോ ഒരു കുഴി ഉണ്ടായിരുന്നു, അതവൻ കാണുന്നില്ല. നേരെ ആ ഒരു സൈക്കിൾ അതിനകത്തേക്ക് കൊണ്ടിടുന്നതും ഇവനും താഴേക്ക് വീണിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, മുകളിലേക്ക് കയറാനും കഴിയത്തില്ല. കാരണം അത്യാവശ്യം വലിയൊരു കുഴിയാണത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കിടന്നിട്ട് പ്ലീസ് ആരെങ്കിലും രക്ഷിക്കുന്നല്ല ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആരുമില്ല. അങ്ങനെ ഒരുപാട് നേരം ആ ഒരു കുഴിയിൽ നിന്ന് രാത്രിയാകുമ്പോഴത്തേക്കും തീയെല്ലാം കത്തിച്ചിട്ട് അവൻ്റെ കയ്യിൽ കുറച്ച് ഈ ക്രാക്കേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തിപ്പോൾ മുകളിലേക്ക് ഇട്ട് ഇങ്ങനെ പൊട്ടിക്കുകയാണ്. ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെങ്കിലും കണ്ടിട്ട് വന്ന് രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് നേരം കിടന്നിട്ടും വേറെ വഴിയൊന്നുമില്ല, ആരും ഇപ്പോൾ ഇവനെ വന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. അങ്ങനെ അവൻ അതിനകത്ത് തന്നെ കിടന്നിട്ട് നാളെ രാവിലെ നോക്കാമെന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്താണ് ആരോ വന്ന് ഇവനെ ശ്രദ്ധിക്കുന്നത് പോലെ. അത് അവൻ അറിയാൻ കഴിയുന്നില്ല, പക്ഷേ കാണുന്ന നമുക്കത് അറിയാൻ കഴിയും.
അങ്ങനെ അടുത്ത ദിവസം രാവിലെ കാണിക്കുമ്പോൾ ഇപ്പോൾ ആരോ ഒരാൾ സംസാരിക്കുന്നൊരു ശബ്ദമാണ് അവന് കേൾക്കുന്നത്. അവനാണെങ്കിലും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ ആ ഒരു തോക്കെടുത്ത് വെച്ചിട്ട് ആരാരാന്നല്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ആ ഒരു ശബ്ദം കേൾക്കുന്നു. അല്ല, നിന്റെ കയ്യിൽ തോക്കുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ മുന്നിലേക്ക് വരുന്നത്, അതെടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് ഒരു പെണ്ണിൻ്റെ ശബ്ദമാണത്. അപ്പോൾ ഹീറോ പറയും, ഇല്ലല്ല ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എന്നെ ഒന്ന് സഹായിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ ഒരു പെണ്ണ് ചോദിക്കും, ശരി നിന്നെ ഞാൻ സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്, എൻ്റെ കയ്യിൽ ഒരുപാട് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ തരാമെന്ന് പറയുമ്പോൾ അവൾ പറയും, ഇല്ലില്ല ആ ഒരു കാര്യം നിൻ്റെ കയ്യിൽ എന്തായാലും ഇല്ലാന്ന് എനിക്കറിയാം, കാരണം ഞാൻ ഇന്നലെ തന്നെ ആ ഒരു കാര്യം കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ 1-2 ബുക്സ് അല്ലാണ്ട് അത് തരാമെന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നും വേണ്ട, നിൻ്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, അതുമാത്രം ഒരിക്കലും നടക്കത്തില്ല, അതെനിക്ക് തരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും, അങ്ങനെയാണെങ്കിൽ നീ അവിടെ തന്നെ കിടന്നു, നീ മരിക്കുമ്പോൾ ഞാൻ എന്തായാലും അത് എടുത്തോളാം എന്ന് പറയുന്നതും ഹീറോ കുറച്ചു നേരം ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ വേറെ വഴിയില്ല, അത് കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ ഹീറോ വേറെ വഴിയില്ലാതെ അവളോട് പറയും, ശരി എൻ്റെ തോക്ക് ഞാൻ നിങ്ങൾക്ക് തരാം, എന്നെ രക്ഷിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവൾ ഇപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് വരാണ്. അപ്പോഴേക്കാണ് ഹീറോ അവളെ കാണുന്നത്. അപ്പോൾ അവൾ പറയും, അല്ല നിനക്ക് എന്തെങ്കിലും അസുഖവും മറ്റോ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും, നിന്റെ ശരീരം ഒന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ അവനായാലും ഷർട്ട് ഊരിയിട്ട്, ദേ നോക്ക് എൻ്റെ ശരീരത്തിൽ ഒരു കുഴപ്പമില്ല, എനിക്കൊരു അസുഖമില്ല, ഞാൻ ഓക്കെ ആണെന്ന് ഇങ്ങനെ പറയുന്നതും അവൾ പറയും ശരിയെന്നും പറഞ്ഞിട്ട് അവനെ രക്ഷിക്കാണ്ട് വരുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, അല്ല നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ എങ്ങനെ അറിയും, നീ ഈ ഷർട്ട് ഒരിങ്ങനെ കാണിക്കാൻ പറയുമ്പോൾ അവളാണെങ്കിലും ഡ്രസ്സ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് അവളുടെ ദേഹമെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്, ദേ കണ്ടോ എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഹീറോയ്ക്ക് ആ ഒരു കയറിങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു കയറ് പിടിച്ചിട്ട് ഹീറോ നേരെ മുകളിലേക്ക് വന്നതും ആദ്യം തന്നെ അവൻ്റെ ആ ഒരു തോക്ക് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതുമല്ല ആ തോക്ക് കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ ബുള്ളറ്റ് അവൻ ഊരി വെച്ചിരുന്നു, അതൊരിടത്ത് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല ഇതിലെ ബുള്ളറ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ബുള്ളറ്റ് വന്നു കഴിഞ്ഞാൽ നീ എന്നെ കൊല്ലുമെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം, എനിക്കും എന്തെങ്കിലും ഒരു ആയുധം വേണ്ടേ, അതുകൊണ്ട് നിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വില്ല് അതെൻ്റെ എത്താ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ബുള്ളറ്റ് ഞാൻ നിനക്ക് തരാം, ഒരുപക്ഷെ നീ എന്നെ കൊല്ലണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ആ ഒരു ബുള്ളറ്റ് നിനക്ക് കിട്ടാൻ പോകുന്നില്ല, കാരണം അത് ഞാനൊരിടത്ത് ഒളിപ്പിച്ച് വെച്ചേക്കാണ്, എന്നെ കൊന്നാലും നിനക്ക് എന്തായാലും ആ ഒരു ബുള്ളറ്റ് കിട്ടത്തില്ല, അതുകൊണ്ട് ബുദ്ധിമോശമൊന്നും കാണിക്കരുത് എന്ന് പറയുമ്പോൾ അവൾക്കിപ്പോൾ വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് നീ എനിക്ക് ആ ഒരു വില്ലും അമ്പ് തന്നു കഴിഞ്ഞാൽ ആ ഒരു ബുള്ളറ്റ് നിനക്ക് ഞാൻ തരാം എന്ന് പറയുമ്പോൾ അവളത് കുറച്ചു നേരം കേട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഹീറോ നേരെ അവളുടെ പുറകെ ചെന്നിട്ടാണ് അവനോട് പറയുന്നത്, എൻ്റെ പേര് ഹാഡിസൺ, പിന്നെ ഞാൻ രക്ഷപ്പെട്ടത് ഇങ്ങനെയാണ്, ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ ഇങ്ങനെ പറഞ്ഞ് അവളോട് അവളുടെ പേര് ചോദിക്കുമ്പോൾ അവൾ മറുപടിയൊന്നും പറയാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടുപേരും തീയെല്ലാം കൂട്ടിയിട്ടിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് അവൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്നുള്ള കാര്യമല്ല അവൾ പറയുന്നത്. ഇത്രയും കാലം ട്രൈബൽ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരോടൊപ്പം ജീവിക്കുകയായിരുന്നു, പക്ഷെ അവർക്കും അസുഖങ്ങളെല്ലാം വന്നിട്ട് എല്ലാവരും മരിച്ചതിന് ശേഷം അവരുടെ അടുത്ത് നിന്ന് അവൾ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഉറങ്ങാനായിട്ട് പോവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ആ ഒരു പെണ്ണുണ്ടല്ലോ അവൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ കഴുത്തിലേക്ക് ഒരു കത്തി വെച്ചിട്ടാണ്, മര്യാദയ്ക്ക് ആ ഒരു ബുള്ളറ്റ് എവിടെയാണെന്ന് പറ, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞിരുന്നല്ലോ, നീ എന്നെ കൊന്നാലും നിനക്ക് ആ ഒരു ബുള്ളറ്റ് കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ, പ്ലീസ് ആ ഒരു ബുള്ളറ്റ് എവിടെയെന്ന് പറ, നിനക്ക് ഞാൻ എന്തായാലും ആ ഒരു അമ്പും വില്ലും തരാം, പ്ലീസ് ദയവ് ചെയ്ത് ആ ഒരു ബുള്ളറ്റ് എവിടെയാണെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ദേ ആ ഒരു മരത്തിനടിയിലായിട്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും അവൾ ഓടിച്ചെന്നിട്ട് ആ ഒരു ബുള്ളറ്റും എടുത്ത് അവൾ അവളുടെ ബാഗെല്ലാം എടുത്ത് മറ്റൊരിടത്തേക്ക് ഓടി ഇങ്ങനെ പോവാണ്. അങ്ങനെ ഹീറോ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് 3 പേര് സംസാരിക്കുന്നൊരു ശബ്ദം എവിടെ നിന്നാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അവനും അവൻ്റെ ബാഗെല്ലാം എടുത്തിട്ട് ആ ഒരു പെണ്ണ് പോയല്ലോ അവളുടെ പുറകെ തന്നെ ഓടിപ്പോയിട്ട് കുറച്ച് ഈ പുല്ലിൻ്റെ ഇടയിലായിട്ട് ഒളിച്ചു കിടന്ന് ആ ഒരു ബൈനോക്കുലർ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കാണ് 3 പേര് തോക്കെല്ലാം കൊണ്ടിങ്ങനെ നടക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഇവന്മാർ 3 പേരും ആ ഒരു പെണ്ണുണ്ടല്ലോ അവളെ അന്വേഷിച്ചാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അവിടെയെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. അതുമല്ല നമ്മുടെ ഹീറോ കിടന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്ന് അവന്മാർ അവിടെ എല്ലാ സാധനങ്ങളെല്ലാം നോക്കിയിട്ട് ഇവിടെ ആരോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തീയിട്ടതിൻ്റെ ചൂട് മാറിയിട്ടില്ല, അവരിവിടെ അടുത്തായിട്ട് തന്നെ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്മാർ 3 പേരും ഇവരെ 2 പേരെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അതേസമയം ആ ഒരു പെണ്ണാണെങ്കിലോ ഒരു മരത്തിന് മുകളിൽ കയറി ഇരുന്നിട്ട് അവളുടെ തോക്ക് വെച്ച് എയിം ചെയ്തിങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് അവന്മാർ 3 പേരും ഇപ്പോൾ നമ്മുടെ ഹീറോ ഉള്ള ആ ഒരു ഭാഗത്തേക്ക് നടന്നു വരുന്നതും ഹീറോയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ആലോചിച്ചിട്ട് അവൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു പൂവും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ പിച്ചിയെടുത്ത് അത് വെച്ച് അവൻ്റെ ദേഹത്ത് ചില മാർക്കുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാണ്. ഇല്ല അസുഖങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും ദേഹത്ത് ഒരേ പാടുകളുണ്ടാവുമല്ലോ അതുപോലെ. എന്നിട്ട് അവിടെ കുറച്ച് ദൂരെയായിട്ട് ഷർട്ടെല്ലാം ഊരി മാറ്റി ഈ മരിച്ചതുപോലെ ഇങ്ങനെ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇവന്മാരവിടെ ഒരു ശബ്ദം കേട്ടിട്ട് നേരെ അവിടേക്കൊന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ മരിച്ചതുപോലെ ഇങ്ങനെ കിടക്കുന്നു. അവൻ്റെ ദേഹത്ത് നോക്കുമ്പോഴത്തേക്കും അവൻ എന്തോ അസുഖം വന്നതുപോലെ, അതുകൊണ്ട് ഇവന്മാർ അടുത്തേക്കും വരത്തില്ല. കുറച്ച് ദൂരെയായിട്ട് നോക്കിയിട്ട് ഓ അപ്പോൾ ഇവനാണ് അവിടെ താമസിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കി അവന്മാർ 3 പേരും ഹീറോയുടെ സാധനങ്ങളില്ല ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം അതെല്ലാം എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവന്മാർ അവിടെ നിന്ന് പോകുന്നതും ആ ഒരു പെണ്ണ് നമ്മുടെ ഹീറോയും കൂടി ചേർന്നിട്ട് ബൈനോക്കുലർ വഴി ഇവന്മാരെ നോക്കുമ്പോൾ അവന്മാർ ആ എടുത്തുകൊണ്ട് പോയ ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ ഹീറോ പെട്ടെന്ന് അവളോട് ചോദിക്കും, അല്ല നീ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് എന്നോട് മറച്ചു വെച്ചത്? അതുമല്ല അവർ 3 പേരും നിന്നെ അന്വേഷിച്ചാണ് വന്നതെന്ന് എനിക്കറിയാം, കാരണം നിന്നെപ്പറ്റി അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുമല്ല നീ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യവും അവർ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് എന്നോട് പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും,
നീയും ചിലപ്പോൾ അവരെ പോലെ മോശപ്പെട്ട ഒരാളാണെങ്കിലോ? അവന്മാരുടെ കയ്യിൽ നിന്നും ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടു വന്നത്? ഇനി നീയും എന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഒന്നും പറയാഞ്ഞത് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, ശരി, ആ ഒരു കുഞ്ഞിന്റെ അച്ഛൻ എവിടെയാണ്? അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഭർത്താവ് ആ ഒരു അസുഖം ബാധിച്ച് മരിച്ചുപോയെന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി ഇവർ കിടക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണ് അവളുടെ പേര് പറയുന്നത് ഇവാന്ന്. അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ അവന്മാര് മൂന്നുപേരും ആ ഒരു വില്ലന്മാരുണ്ടല്ലോ, അവര് ഹീറോ കൊണ്ടുവന്ന ആ ഒരു ഫുഡ് വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ഇവയാണെങ്കിലും എന്തോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ 2 സൈക്കിള് എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതും എടുത്തിട്ട് ഇവയുടെ മുന്നിലേക്ക് വന്നിട്ടാണ് പറയുന്നത്, ശരി, നമുക്ക് ഈ ഒരു സൈക്കിൾ കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം. അതുമല്ല, ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ കുറച്ച് സേഫ് ആയിരിക്കും. ഇവരാണെങ്കിലും നിന്നെ അന്വേഷിച്ച് വരികയല്ലേ, എന്നോടൊപ്പം വന്നു കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ആ ഒരു പെണ്ണും ഓക്കെ ആണെന്ന് പറയുന്നതും നമ്മുടെ ഹീറോ ആ ഒരു മാപ്പ് എടുത്ത് വെച്ചിട്ട് ഓക്കെ, ഇനിയുള്ള 7 ദിവസം കൊണ്ട് നമുക്ക് എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ കഴിയും എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും അവരുടെ ആ ഒരു സൈക്കിളും എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. നമ്മുടെ ഹീറോ നല്ല സ്പീഡിന് പോകുന്നുണ്ട്. പക്ഷെ ഇവയാണെങ്കിൽ പതിയാണ് വരുന്നത്, കാരണം അവൾ പ്രഗ്നൻ്റ് ആണല്ലോ. എന്നിരുന്നാലും ഹീറോ പലയിടങ്ങളിലും അവളെ സഹായിച്ച് അവളെയും കൂട്ടി ഇങ്ങനെ പോവുകയും ചെയ്യാണ്. അതുപോലെ പോകുന്ന വഴിക്ക് തന്നെ ഇവർ മൃഗങ്ങളെല്ലാം വേട്ടയാടിയിട്ട് അതിനെ കൊന്ന് ആഹാരമെല്ലാം കഴിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ തങ്ങി അങ്ങനെ പോവാണ്. അതുപോലെ പോകുന്ന വഴിക്ക് രണ്ടുപേരും നല്ലതുപോലെ സംസാരിച്ചും പറഞ്ഞും അവർ നല്ല സുഹൃത്തുക്കളാവുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലോ ആ ഒരു പെണ്ണിനെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവർ രാത്രിയിലെ ആകാശത്ത് നോക്കി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പറയുന്നത്, കുട്ടിക്കാലത്ത് എനിക്ക് ഉറക്കം വന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് ഒരു കഥ പറഞ്ഞു തരായിരുന്നു. എനിക്കാണെങ്കിലും ഇപ്പോൾ ഉറക്കം വരുന്നില്ല. അപ്പോൾ അവൾ പറയും, എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് ഞാൻ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പാട്ട് പാടിത്തരും, നീ എനിക്ക് പാട്ട് പാടിത്തരുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെ ഒരുപാട് സംസാരിച്ച് അവിടെ കിടന്നുറങ്ങുന്നതും അതേസമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ആ ഒരു വില്ലന്മാർ 3 പേരും ഇവരെ അന്വേഷിക്കുന്ന വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്മാരാണെങ്കിൽ റെസ്റ്റ് പോലും എടുക്കുന്നില്ല. നമ്മുടെ ഇവയെ അന്വേഷിച്ചാണ് അവന്മാർ ഇങ്ങനെ വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇവരുടെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഈ പൂക്കളെല്ലാം കൊണ്ട് ഇവയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കും, ഇതെന്താ പ്രപ്പോസലോ വല്ലതും ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് അതൊന്നുമല്ല, നീ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയല്ലേ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള വിറ്റമിൻസ് നിനക്ക് കിട്ടും, എടുത്ത് കഴിച്ചു നോക്കാൻ പറയുമ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കാണ് അത് കയ്പുണ്ട്. അപ്പോൾ ഹീറോ പറയും, ഏയ് അതൊന്നും കുഴപ്പമില്ല, അത് വേറെ എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്ക് അതിനോടൊപ്പം ചേർത്ത് കഴിച്ചാലും മതി. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഹീറോയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അവളും പതിയെ അവൻ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. അങ്ങനെ വീണ്ടും ഒരുപാട് ദൂരെ ഒരു സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്തൊരിടത്ത് ഇവർ തങ്ങുമ്പോൾ അതിനടുത്തായിട്ട് ഹീറോ ഒരു ചെറിയ പുഴ ഇങ്ങനെ കാണുന്നുണ്ട്. അത് കാണുന്നത് ഒന്ന് കുളിക്കാന്നും പറഞ്ഞ് ഓടി ആ ഒരു പുഴയിലേക്ക് ഇറങ്ങി കുളിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയം കാണിക്കുമ്പോൾ ആഹാ, ആ ഒരു 3 വില്ലന്മാരും ദേ ഇവിടെ എന്തോ മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതിലൊരുത്തനാണെങ്കിൽ ഹീറോയുടെ മുന്നിൽ നിൽക്കുന്നു. ഹീറോയെ കാണുന്നതും അവൻ പറയും, ഏയ് നിനക്ക് എങ്ങനെയുണ്ട്, അന്ന് അവിടെ മരിച്ചു കിടന്നത് നീയല്ലേ, ഇത്ര പെട്ടെന്ന് ജീവിച്ചോ? ശരി, അങ്ങനെയാണെങ്കിൽ ആ ഒരു പെണ്ണ് എന്തായാലും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവൂലേ? ഓക്കെ, ഇത്രയും ദൂരം സർവൈവ് ചെയ്ത് വരാൻ അറിയാമെങ്കിൽ നീ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും വേണ്ട. ഞങ്ങൾ അന്വേഷിച്ച് വരുന്നത് ആ ഒരു പെണ്ണിനെ തന്നെയാണ്. അവളെ മാത്രം മതി ഞങ്ങൾക്ക്. അവളെ നീ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നമ്മൾ തമ്മിലും ഒരു പ്രശ്നവുമില്ല. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഹീറോ പറയും, അല്ല നിങ്ങൾ ഏത് പെണ്ണിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ അനിയ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം അവൾ നിന്നോടൊപ്പം തന്നെ ഉണ്ടെന്ന്. അതുകൊണ്ട് നീ നല്ലൊരു തീരുമാനം തന്നെ എടുക്കുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അല്ലാതെ ആ ഒരു പെണ്ണിനെ പിടിച്ചു വെച്ചിട്ട് നിനക്കൊരാവശ്യമില്ല. അവളെ എന്തായാലും ഞങ്ങൾ കൊല്ലാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് അവളെ അല്ലാതെ ആവശ്യമുണ്ട്. നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ശരി, ഞാൻ ഇപ്പോൾ എന്തായാലും പോവാണ്. നല്ലൊരു തീരുമാനം എടുത്തിട്ട് അവളെയും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇത് കേട്ട നമ്മുടെ ഹീറോ അടുത്ത സെക്കൻഡ് തന്നെ നേരെ അവളുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവളെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. അതുപോലെ ഇവന്മാരെ ഹീറോയോട് സംസാരിച്ച ആ ഒരു കാര്യം ഒരിക്കലും ഹീറോ ഇവയോട് പറയത്തില്ല. അതുപോലെ ഇവർ രണ്ടുപേരും നടന്നിപ്പോൾ അവൻ്റെ അങ്കിളിൻ്റെ വീടിനടുത്ത് എത്താറായി. ഇനി കുറച്ചുകൂടി ദൂരേ ഉള്ളൂ. അതുകൊണ്ട് സൈക്കിൾ ഒരിടത്ത് കളഞ്ഞിട്ട് കുറച്ച് മല കയറി വേണം പോകാനായിട്ട്. അങ്ങനെ അവളെയും വിളിച്ച് അതിനുള്ളിലൂടെ നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ ആ ഒരു വീട് കണ്ടുപിടിച്ച് അതിനകത്തേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ വീടിനകത്ത് ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ആരും താമസമുള്ളതുപോലെ തോന്നുന്നില്ല. അങ്ങനെ അവിടെയുള്ളൊരു ബെഡ് കാണുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അതിലേക്ക് ചാടി വീണ് എത്ര ദിവസമായി ഒന്ന് നല്ലതുപോലെ ഉറങ്ങിയിട്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ഹീറോ ആയാലും റൂമിലെല്ലാം നല്ലതുപോലെ അന്വേഷിച്ച് അത് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ച് നേരെ വീടിന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരിടത്ത് ആരെയും കുഴിച്ചിട്ടിരിക്കുന്ന പോലെ കുരിശെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ അങ്കിളാണ്. മരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് നാളായെന്ന് തോന്നുന്നു. അപ്പോൾ ആകെയുള്ളൊരു പ്രതീക്ഷ ആ ഒരു അങ്കിളായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ ആകെ വിഷമിച്ചിട്ട് അകത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ഇവ വന്നിട്ട് ഹീറോയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവൾ ചോദിക്കും, ഏയ് നീ എന്താ മിണ്ടാതിരിക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും, നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്, നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ ഹീറോ വീണ്ടും ചോദിക്കും, ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്താ സംഭവിച്ചേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവ പറയുന്നത്, അയാളെ ഞാൻ തന്നെ കുത്തിക്കൊല്ലുമായിരുന്നു. സത്യത്തിലേ അവൻ എൻ്റെ ഭർത്താവ് ഒന്നുമല്ല. നേരത്തെ കണ്ടില്ലേ ആ ഒരു 3 പേര്, അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനായിരുന്നു. അതും അതിലൊരുത്തൻ്റെ സഹോദരൻ.
അവൻ എന്നെ റേപ്പ് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ കുത്തിക്കൊന്നത്. അതുമല്ല, അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ ഇത്രയും നാളും ഒളിച്ചു നടക്കുമായിരുന്നു. അവന്മാർക്ക് 3 പേർക്കും വേണ്ടത് എന്നെ തന്നെയാണ്. അവരുടെ സഹോദരനെ കൊന്ന അവർ ദേഷ്യം തീർക്കാൻ. പക്ഷെ ഒരിക്കലും എന്നെ കൊല്ലാൻ പോകുന്നില്ല. അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അവർ റേപ്പ് ചെയ്യും. നിനക്ക് കാര്യം മനസ്സിലായില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വേറെ ഒന്നും കൊണ്ടല്ല, അവനോട് ഈ ഒരു സത്യം പറയാത്തത് കൊണ്ടാണ്. സത്യം പറഞ്ഞിരുന്നെങ്കിൽ അവൻ നേരത്തെ തന്നെ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾ പറയും, ആദ്യം ഞാൻ നിന്നെ കണ്ടപ്പോൾ ഒരിക്കലും നിന്നെ വിശ്വസിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് നിന്നോട് സത്യങ്ങളൊന്നും പറയാതിരുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, എന്നിരുന്നാലും നിനക്ക് എന്നോട് പറയാമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പറയും, നീ ഒരു ചെറിയ പയ്യനാണ്, എന്ത് കാര്യം പറഞ്ഞാലും വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള നിന്നോട് ഞാൻ എങ്ങനെ ഈ ഒരു കാര്യമെല്ലാം പറയുന്നേ, സോറി എന്നെല്ലാം പറഞ്ഞിട്ട് അവളും ദേഷ്യം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹീറോയും അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് നേരെ വെളിയിലേക്ക് വന്നിരിക്കുന്ന സമയത്താണ് ആ 3 പേരിൽ 2 പേരിപ്പോൾ ഹീറോയുടെ മുന്നിലേക്ക് വന്നിങ്ങനെ നിൽക്കുകയാണ്. അതിലൊരുത്തൻ്റെ കയ്യിലാണെങ്കിൽ തോക്കിരിപ്പുണ്ട്. ഹീറോയുടെ നേരെ വെച്ചിട്ട് അവളെ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്, ഇതല്ലാതെ നിനക്ക് വേറെ വഴിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ ആ ഒരു പിസ്റ്റൾ ഉണ്ടല്ലോ അതെടുത്ത് ഇവന്മാരുടെ നേർക്ക് ഇങ്ങനെ ചൂണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറയും, നമ്മൾ നേരത്തെ തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് 2 പേർക്കും എന്തായാലും ഒരു പ്രശ്നമില്ല, അവളെ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടാൽ മതി. അതുമല്ല, എൻ്റെ സഹോദരനെ അവൾ കൊന്നിട്ടുണ്ട്, അതുമാത്രം പോരെ ഒരു കാരണം. അതുകൊണ്ട് പ്ലീസ് മനസ്സിലാക്ക്, നീയും ഞങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്ത് ഒരിക്കലും മരിക്കരുത് എന്നിങ്ങനെ പറയുന്നതും ഹീറോ പെട്ടെന്ന് അവർ തോക്കെടുത്ത് മുകളിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യുന്നതും അവന്മാർ 2 പേരും പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ്. അതേസമയം തന്നെ ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഈവയും പെട്ടെന്ന് എഴുന്നേറ്റ് അവളും അവളുടെ തോക്കെടുത്ത് ഇങ്ങനെ റെഡി ആവുകയാണ്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇവരുടെ അടുത്ത് നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് അതിലൊരുത്തൻ നമ്മുടെ ഹീറോയുടെ പുറകെ വന്ന് അവന് നല്ലതുപോലെ അടിച്ച് താഴേക്കിട്ട് ഹീറോയെ ഒരുപാട് അടിക്കുന്നുണ്ട്. അതേസമയം അവൻ്റെ പുറകെ ആരോ ഒരാൾ ഒരു കല്ലെടുത്തുണ്ടെന്ന് ആ ഒരു വില്ലന്റെ തലയിലേക്ക് ഒരു ഒറ്റയിടി ഇടികൊണ്ട് അവൻ താഴെ വീഴുന്നതും വേറെ ആരുമല്ല, ഇത് നമ്മുടെ ഹീറോയുടെ അങ്കിൾ ഉണ്ടല്ലോ, അങ്കിളിന്റെ ഭാര്യയാണ്, ഹീറോയുടെ ആൻറ്റി. എന്നിട്ട് ആ ഒരു വില്ലന്റെ കയ്യിലുള്ള ആ ഒരു വലിയ വാളെടുത്ത് വില്ലനെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ടാണ് ആ ഒരു ആൻറ്റി ഹീറോയോട് പറയുന്നത്, ഓ നീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലേ, നിന്റെ അങ്കിള് മരിച്ചുപോയി, ഞാനായാലും ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്, ഇപ്പോൾ നീ വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നിന്റെ കൂടെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിരുന്നു, അവൾ പ്രഗ്നൻ്റ് ആണല്ലേ, നിന്നെ ഓർത്ത് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, നിന്റെ അങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ അധികവും ഒരുപാട് സന്തോഷിക്കുമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് അവന് ഫുഡെല്ലാം കൊടുത്തിട്ട്, ശരി മനുഷ്യരെ കണ്ടിട്ട് തന്നെ ഒരുപാട് നാളായി എന്നെല്ലാം പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ അടുത്തെന്തോ ഒരു ശബ്ദം കേട്ട്, ശരി നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ ആ ഒരു ആൻറ്റി അവിടെ നിന്ന് പോകുന്ന സമയത്താണ് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ആ ഒരു തോക്ക് വെച്ചിരിക്കുന്ന വില്ലൻ നടന്നിങ്ങനെ വരുന്നത്. മുന്നിലേക്ക് നടന്നു വരുമ്പോൾ നമ്മുടെ ആൻറ്റി അവിടെ എന്തോ ഒരു കെണി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ പെട്ടെന്ന് അവൻ്റെ കഴുത്ത് കുരുങ്ങിയിട്ട് അവൻ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പോവാണ്. അവിടെ തൂങ്ങിക്കിടന്ന് തന്നെ ആ ഒരു വില്ലനും മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിയുന്നത് ആ ഒരു ആൻറ്റി നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ എല്ലാം കഴിഞ്ഞു, ഇനി ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് 2 വില്ലന്മാരുണ്ടായിരുന്നല്ലോ, ഇനി ഒരു വില്ലനും കൂടിയുണ്ട്. അവനാണെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് ഒരു തോക്കും എടുത്ത് ആ ഒരു ആൻറ്റിയുടെ ഷോൾഡറിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും അവർ നേരെ താഴേക്ക് വീഴും. അപ്പോൾ ഹീറോ അടുത്തേക്ക് വരുന്ന സമയത്താണ് ആൻറ്റി പറയുന്നത്, പ്ലീസ് ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടും എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ ഇപ്പോൾ അവിടെ നിന്നും നേരെ ഹീറോയിൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ അന്വേഷിച്ചിങ്ങനെ പോവാണ്. അടുത്ത ദിവസം രാവിലെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഒരു പാറയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളെ അവിടെ കെട്ടിയിട്ടേക്കുന്നു. അടുത്തേക്ക് വന്നിട്ട് ആ ഒരു കെട്ടടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവനെ കൊണ്ട് കഴിയുന്നില്ല, അത്രയും ടൈറ്റ് ഉണ്ട്. അങ്ങനെ ഹീറോയുടെ കയ്യിലുള്ള ഒരു കത്തി എടുത്തിട്ട് അത് അറക്കാനായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു വില്ലൻ ഇവിടേക്ക് വരുന്ന ആ ഒരു ശബ്ദം കേട്ട് ഹീറോ പെട്ടെന്ന് ആ ഒരു കത്തി അവളുടെ കയ്യിൽ കൊടുത്ത്, ശരി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവനിപ്പോൾ മറ്റിടത്തേക്ക് ഒളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ആ ഒരു വില്ലനാണെങ്കിലോ നേരെ അവിടേക്ക് വന്നിട്ട് ഹീറോയിനോട് പറയും, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ വയറിൽ നല്ലതുപോലെ ചവിട്ടയെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനാണെങ്കിലും നല്ലതുപോലെ കരയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട്, ഈ ഒരു ശബ്ദം കേട്ടിട്ടും നീ ഇവിടേക്ക് വരാൻ തയ്യാറല്ലല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെയുള്ള കാര്യം അവന് നല്ലതുപോലെ തന്നെ അറിയാം. എന്നിട്ട് ഹീറോ വരുന്നതെന്ന് നോക്കി ഹീറോയെ കൊല്ലാൻ വേണ്ടി ആ ഒരു തോക്കും പോയിന്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ ഹീറോയിൻ ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അവളുടെ കയ്യിലെ കെട്ടെല്ലാം ഇങ്ങനെ അറുത്ത് അവിടെയുള്ള ആ ഒരു അമ്പും വില്ലുണ്ടല്ലോ അതിൽ ആ ഒരു അമ്പെടുത്ത് വില്ലന്റെ തോളിലേക്ക് ഒരു ഒറ്റ കുത്ത്, എന്നിട്ട് ആ ഒരു കത്തി കൊണ്ട് അവനെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ 3 വില്ലന്മാരും മരിക്കുകയും ചെയ്തു. അതുപോലെ അതേ ഷോൾഡറിൽ ബുള്ളറ്റ് കൊണ്ട് ആ ഒരു ആൻറ്റി ഉണ്ടല്ലോ അവരും മരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവർ 3 പേരും മാത്രം ഇപ്പോൾ സർവൈവ് ആയിട്ട് ഈ ഒരു സ്ഥലത്ത് കൃഷിയെല്ലാം ചെയ്ത് നല്ലതുപോലെ തന്നെ എല്ലാവരും ജീവിക്കുകയും ചെയ്യുന്നു. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു മൂവിയും കൂടിയുണ്ട്, 2 പേര് മാത്രം സർവൈവ് ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൂവി. ആ ഒരു മൂവി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മൂവിയും ഞാൻ ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.